ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, ഇന്നത്തെ മത്സരം നമ്മുടെ ഇന്ത്യ വേഴ്സസ് അയർലൻഡ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫേസ് കാണിച്ച് നമ്മൾ വീഡിയോ ചെയ്യാത്തത്. തീർച്ചയായിട്ടും നമ്മൾ ഇനിയുള്ള മെയിൻ ആയിട്ടുള്ള മാച്ചസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മത്സരത്തെ പറ്റി പറയുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. ഓൾറെഡി നമ്മൾ റീസെൻ്റ് ആയിട്ട് നടന്ന T20s കാര്യങ്ങളൊക്കെ നമ്മൾ വേൾഡ് കപ്പിൻ്റെ മാച്ചസൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. സോ മസ്റ്റായിട്ട് തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. then അതുപോലെ തന്നെ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് മത്സരം നടക്കുന്ന ജൂൺ 5-ാം തീയതി കൃത്യം 8 മണിക്ക് തന്നെയാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. നമ്മുടെ ന്യൂയോർക്കിലുള്ള ഒരു സ്റ്റേഡിയത്തിലാണ് കേട്ടോ മത്സരം നടക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിൽ ഇതിന് മുന്നേ വല്ല മത്സരങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടാറ്റ IPL ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യുന്നത്. പണ്ടത്തെ ഒരു ഓർമ്മയിൽ ആ ഒരു ഇതിലോട്ടാണ് പോകുന്നത്. നമുക്ക് ക്രിക്കറ്റ് ഗുരു എന്ന് പറഞ്ഞുള്ള ഒരു ആപ്പ് ഉണ്ട്. സോ നമുക്ക് ഇതിലെന്തായാലും ഒന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഈ വ്യൂ മോറിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മാച്ചസ് കാണാൻ പറ്റും. ഓക്കെ, ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് റീസെൻ്റായിട്ട് നടക്കുന്ന മത്സരങ്ങൾ, ലൈവായിട്ട് നടക്കുന്ന മത്സരങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് അല്ലേ, നാസു എന്ന് പറഞ്ഞ ഒരു ഗ്രൗണ്ടായിരുന്നു. അതായത് നമ്മുടെ അയർലാൻഡിലുള്ള ഒരു ഗ്രൗണ്ടായിരുന്നു. സോ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ മത്സരം അവിടെയല്ല, രണ്ടാമത്തെ മത്സരം അവിടെയല്ല, മൂന്നാമത്തെ മത്സരം അതും അവിടെയല്ല, നാലാമത്തെ മത്സരം അതും അവിടെയല്ല. അപ്പോൾ എന്തായാലും ഇതൊരു ഫ്രഷ് പിച്ച് ആവാനാണ് ചാൻസ് കൂടുതൽ. എന്നാലും നമുക്കൊന്ന് നോക്കാം. ഒരു മത്സരമുണ്ട് നമ്മുടെ ശ്രീലങ്ക വേഴ്സസ് സൗത്ത് ആഫ്രിക്ക തമ്മിൽ റീസെൻ്റായിട്ട് ഇന്നലെ ഈവനിങ് നൈറ്റ് നടന്നൊരു മത്സരമായിരുന്നു. സോ അപ്പോൾ ആ ഒരു മത്സരത്തെ പറ്റി നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ ശ്രീലങ്കയ്ക്കായിരുന്നു. ടോസ് കിട്ടി ബാറ്റിംഗാണ് ശ്രീലങ്ക ചൂസ് ചെയ്തത്. അവർ ഏകദേശം ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. 10 വിക്കറ്റും പോവുമായിരുന്നു. ഓപ്പോസിറ്റ് സൗത്ത് ആഫ്രിക്ക അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ്. ഇവിടെ റൺസ് സ്കോർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഓർഡറുള്ള കുശാൽ മെൻഡിസ് മാത്രമാണ് ഇവിടെ റൺസ് സ്കോർ ചെയ്തത്. കൂടുതൽ വിക്കറ്റ്സ് എടുത്തത് ഫാസ്റ്റ് ബൗളേഴ്സാണ്. നോർട്ടേജ് 4 വിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ബാർട്ട്മാൻ, പിന്നെ റബാഡ, അവരൊക്കെയാണ് കൂടുതൽ വിക്കറ്റ്സ് എടുത്തിട്ടുള്ളത്. ഏകദേശം 7 വിക്കറ്റ് ഫാസ്റ്റ് ബോളർ, 2 വിക്കറ്റ് സ്പിന്നറുമാണ് അവർ ഫസ്റ്റ് ഇന്നിങ്സിൽ വീണത്. സോ സെക്കൻഡ് ഇന്നിങ്സ് നോക്കുന്ന സമയത്ത് സെക്കൻഡ് ഇന്നിങ്സും കുറച്ച് ഹാർഡ് തന്നെയായിരുന്നു. ബട്ട് ഇവിടെ ബാറ്റിംഗ് ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടഫായിട്ടുള്ളൊരു മാച്ചും ആയിരുന്നു. മാച്ച് കണ്ടവർക്ക് മനസ്സിലാവും. ഇതിന് ഇവിടെ വിക്കറ്റ്സ് എടുത്ത് ഹാസരംഗിയും അതുപോലെ തന്നെ ഷനഗിയും തുഷാരയാണ്. ഫസ്റ്റ് ബോളർ 1 വിക്കറ്റും സ്പിന്നേഴ്സ് 3 വിക്കറ്റ്സുമാണ് ഇവിടെ ടോട്ടലി എടുത്തിട്ടുള്ളത്. സോ നമ്മുടെ ഈ ഒരു മത്സരം നടക്കുന്നത് ശ്രീലങ്ക വേഴ്സസ് നമ്മുടെ സൗത്ത് ആഫ്രിക്ക തമ്മിൽ നടന്ന ആ ഒരു സെയിം ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത്. സോ തീർച്ചയായിട്ടും ആ ഒരു മത്സരത്തിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളതിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ടീം ഇടുന്നതിൽ കുറച്ച് നല്ല ചേഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. റീസെൻറ്റ് ഫോം നോക്കുന്ന സമയത്ത് ലാസ്റ്റ് നടന്ന ഒരു 5 മത്സരം നോക്കുകയാണെങ്കിൽ ഇന്ത്യ 5 മത്സരങ്ങളും വിന്നാണ്. അതുപോലെ തന്നെ അയർലാൻഡ് ആണെങ്കിൽ 5 എണ്ണത്തിൽ 3 എണ്ണം വിന്നും, 1 എണ്ണം ലോസും, പിന്നെ ഒന്ന് അബ്നോർമൽ ആയതുമാണ്, അതായത് മറ്റേ മാച്ച് ഇല്ലാണ്ടായതുമാണ്. റെയിൻ പെർസെൻറ്റേജ് 1% ആണ് റെയിൻ പെയ്യാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി 55% ആണ്. ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റിംഗ് ആവറേജ് 129, സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റിംഗ് ആവറേജ് 111 ആണ്. ഹയസ്റ്റ് സ്കോർ 182 റൺസാണ്. സോ ബാറ്റിംഗ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും. തീർച്ചയായിട്ടും ബാറ്റിങ്ങിലുള്ള ആൾക്കാരെ ക്യാപ്റ്റൻ VC കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എനിക്ക് എടുത്ത് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാസു കൺട്രി ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം നമ്മുടെ ന്യൂയോർക്കിലുള്ള സ്റ്റേഡിയമാണ്. ദാറ്റ്സ് ഓൾ. അതേപോലെ തന്നെ ഇന്ത്യ വേഴ്സസ് അയർലാൻഡ് പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് അധികം റൺസ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ആവറേജ് സ്കോറായിട്ട് 152 റൺസ് പറയാം. ഫാസ്റ്റ് ബൗളേഴ്സ് 8 വിക്കറ്റും സ്പിൻ ബൗളേഴ്സ് 4 വിക്കറ്റ്സുമാണ് ലാസ്റ്റാണ് ഒരു മത്സരത്തെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ വെതർ റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് ഹ്യൂമിഡിറ്റി 73% ആണ്. റെയിൻ പോസിബിലിറ്റി 20% ഉണ്ട് കേട്ടോ. മഴ പെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് 2-3 കിഡിലെ ഫീച്ചേഴ്സുള്ള ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തരാം. ആദ്യം തന്നെ പറയാനുള്ളത് നമുക്ക് ഫോക്കസിലോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ലിങ്ക് വഴി കയറിയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 500 രൂപ ക്യാഷ് ബോണസ് കിട്ടും. ആ ഒരു പൈസ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കളിക്കാനൊക്കെ സാധിക്കും കേട്ടോ. കുറച്ചൊരു എമൗണ്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര ഡിസ്കൗണ്ടാണ്. നമ്മൾ ഡ്രീം 11ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ഡിസ്കൗണ്ടിലാണ് ഇവരിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ല, 30% ബോണസ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. 2500 രൂപ കോൺടെസ്റ്റിലൊക്കെ നമുക്ക് 30%, 40% ഒക്കെ ബോണസ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ ഗീവേഴ്സും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്.
5-1, അതായത് 5 പ്ലെയേഴ്സിന്, വെറും 6 പ്ലെയേഴ്സിനെ മാത്രം പിക്ക് ചെയ്തുകൊണ്ട് ഒരു ഫാൻറ്റസി ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഫോക്കസ് ലൈൻ. ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഇതേപോലെ തന്നെ കുബേര ഫാൻറ്റസി നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട മറ്റൊരു കിടിലൻ ഫീച്ചറുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി എടുത്ത് പറയുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഡ്രീം ഇലവൻ കാണുന്ന പോലെ ഒരുപാട് കോൺടെസ്റ്റുകൾ കാണാൻ സാധിക്കും. നമ്മുടെ ഡ്രീം ഇലവനിൽ ഏകദേശം 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നതിന് വേറെ 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 39 രൂപ ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് മത്സരങ്ങൾ കളിക്കുന്ന സമയത്ത് അത് നല്ലൊരു ഡിഫറൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് കോൺടെസ്റ്റുകൾ ഇതുപോലെ എൻട്രി ഫീസ് കാര്യങ്ങളൊക്കെ കുറവായിട്ടാണ് നമ്മുടെ കുബേര ഫാൻസി കൊടുക്കുന്നത്. കണ്ടില്ലേ, ലൂട്ട് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ തന്നെയുണ്ട് ഇവർക്ക്. സോ മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇവിടെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 5 പ്ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ നമുക്ക് പിക്ക് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് വിന്നാൻ പറ്റുന്നൊരു കിടിലെ ഫീച്ചറാണ് കേട്ടോ ഇതിൽ. ഇപ്പോൾ നമുക്ക് ഒരു 5 ബാറ്റ്സ്മാൻമാരെ കാണാൻ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ് അവരെ പിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വിന്നാൻ സാധിക്കുന്നൊരു ഫീച്ചറാണ്. സോ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. നമ്മുടെ ലിങ്ക് വഴി കയറിയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതേപോലെ തന്നെ നമ്മുടെ ചോയ്സിൽ വേണ്ടി ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചോയ്സിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. കാരണം ഇവിടെ ലീഡർ ബോർഡും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രീം ഇലവനൊക്കെ നോക്കുന്ന സമയത്ത് എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വളരെ വളരെ കുറവായിട്ടാണ് ഇത് നമ്മുടെ ഈ ഒരു ചോയ്സിലുള്ളത്. ഇത് കണ്ടില്ല, ഏകദേശം ഈ ഒരു 2999 രൂപയുടെ കോൺടെസ്റ്റ് ഇവിടെ വെറും 2727 രൂപയുള്ളൂ. നല്ല രീതിയിൽ വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ മസ്റ്റായിട്ട് എന്തായാലും നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. തന്നെ അതുപോലെ തന്നെ വിഷൻ ഇലവനെ പറ്റി പറയുകയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്തിരിക്കേണ്ട മറ്റൊരു കിടിലൻ ഫീച്ചറുള്ള ഒരു ആപ്ലിക്കേഷനാണ്. 1 crore റുപ്പീസാണ് ഈ ഒരു GL പ്രൈസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രൈസ് 1 crore. ഇതുവരെ നമ്മുടെ വിഷനിൽ കൊടുത്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് പ്രൈസ് 1 crore, സെക്കൻഡ് പ്രൈസ് 10 lakh 2 lakh അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഡിസ്കൗണ്ട് കൂപ്പണും നമുക്ക് ഇവിടെ ഓഫർ ചെയ്ത് തന്നിട്ടുണ്ട്. ഏകദേശം 22 ലക്ഷം പേരാണ്, 22,47,326 പേര്, 27 ലക്ഷം പേര് ഇതിൽ ഏകദേശം കളിക്കുന്നുണ്ട്. സോ ആരും ജോയിൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഏകദേശം 30 ടീം വരെ നിങ്ങൾക്ക് ഇടാം. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക നമ്മുടെ വിഷൻ ഇലവൻ. ഇതേപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു ആപ്ലിക്കേഷനാണ്. കാരണം ഇതിൽ ഇപ്പോൾ GST ഫ്രീ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് വിഡ്രോവലാണ്. അതുപോലെ തന്നെ പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. നമ്മൾ കുബേരയിൽ രൂപ കണ്ടില്ല, ആ ഒരു സെയിം ഫീച്ചറുള്ളൊരു സംഭവം തന്നെയാണ്. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. സോ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ പ്രോബബലി കളിക്കാൻ ചാൻസ് ഉള്ള പ്ലെയേഴ്സിനെ പറ്റി നോക്കാം. നമ്മുടെ ഇന്ത്യൻ ടീമിലാണെങ്കിൽ രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റൻസി തന്നെ. അതുപോലെ തന്നെ വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, സൂര്യകുമാർ യാദവ്, ശിവാം ദൂബെ, ഹർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, അസ്തർ പട്ടേൽ, കുൽദീപ് യാദവ്, ജാസ്പ്രീത് ബുംറ, ഹർഷദീപ് സിംഗ്, ഇത്രയും പേരാണ് നമ്മുടെ ഇന്ത്യൻ ടീമിലോട്ടുള്ളത്. അതുപോലെ തന്നെ അയർലാൻഡ് ടീമിലോട്ട് നോക്കുന്ന സമയത്ത് ബാർബിൽനി, അതുപോലെ തന്നെ നമ്മുടെ പോൾ സ്റ്റെർലിംഗ്, അതുപോലെ തന്നെ എൽ ടക്കർ, ദെൻ ഹാരി ടക്ടർ, അതുപോലെ തന്നെ കുർട്ടിസ് ക്യാമ്പർ, ദെൻ അതുപോലെ തന്നെ ജോർജ് ഡോക്രൽ, ജി ഡാനിലി, പിന്നെ മാർക്ക് ആദിർ, അതുപോലെ തന്നെ MC കാർത്തി, സി യങ്, അതുപോലെ തന്നെ ജോഷ് ലിറ്റിൽ, ഇത്രയും പേരാണുള്ളത്. ഇതിൽ കീ പ്ലെയേഴ്സായിട്ട് എടുത്ത് പറയാനുള്ളത് നമ്മുടെ പോൾ സ്റ്റീർലിങ്ങും പിന്നെ അതുപോലെ തന്നെ ജോഷ് ലിറ്റിലാണ് അയർലാൻഡ് ടീമിൽ. ഇന്ത്യൻ ടീമിലാകുമ്പോൾ ജാസ്പ്രീത് ബുംറ, അതുപോലെ തന്നെ നമ്മുടെ വിരാട് കോഹ്ലിനെയാണ് എടുത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ കീ പ്ലെയേഴ്സായിട്ട് 2 പേര് ആരൊക്കെ ചോദിച്ചാൽ വിരാട് കോഹ്ലിയും നമ്മുടെ ജോഷ് ലിറ്റിലും തന്നെയാണ്. ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ കീ പ്ലെയേഴ്സിൻ്റെ കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഋഷഭ് പന്താണ്. റീസെൻ്റായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പെർഫോമൻസാണ്. ലാസ്റ്റ് IPL അദ്ദേഹം 445 റൺസാണ് സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻ വിക്കറ്റ് കീപ്പിംഗ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഡ്യുവൽ അഡ്വാൻറ്റേജ് ഉണ്ട്. തന്നെ അതുപോലെ തന്നെ അടുത്തായിട്ട് പറയാനുള്ളത് നമ്മുടെ രവീന്ദ്ര ജഡേജയാണ്. റീസെൻ്റായിട്ട് നമ്മുടെ IPL നല്ല പെർഫോമൻസ് ആണ്, എന്നാലും ആവറേജ് ആണ്. പക്ഷേ എന്നാലും ഒരു ഇതുപോലത്തെ T20സിലും അതുപോലെ തന്നെ വേൾഡ് കപ്പ് മാച്ചസിലൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ് രവീന്ദ്ര ജഡേജ. സോ അദ്ദേഹം നിങ്ങളുടെ ടീമിലോട്ട് ഇടുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ജാസ്പ്രീത് ബുംറ ഈ ഒരു റീസെൻ്റായിട്ടുള്ള ഇന്ത്യയുടെ മെയിൻ പേസ് ബോളറിൽ ഒരാളാണ്. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് നടന്ന IPL സീസണിലൊക്കെ നല്ലൊരു പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സോ നമ്മുടെ ജാസ്പ്രീത് ബുംറയും തീർച്ചയായിട്ടും നമ്മുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ അയർലാൻഡ് ടീമിലോട്ട് നോക്കുന്ന സമയത്ത് കീ പ്ലെയേഴ്സായിട്ട് പറയാനുള്ളത് ബാർബിലിനെയാണ്. അതുപോലെ പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ബാറ്റിംഗ് ചെയ്യും. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് നെതർലാൻഡിൻ്റെ കൂടെ ഒന്നും കാര്യമില്ല, അദ്ദേഹം എന്തായാലും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ പോൾ സ്റ്റെർലിംഗ് ക്യാപ്റ്റൻസിയാണ് തോന്നുന്നു. ഐ തിങ്ക് നോക്കട്ടെ, അതെ പോൾ സ്റ്റെർലിംഗ് തന്നെയാണ് ഇപ്പോഴും ക്യാപ്റ്റൻസി. അപ്പോൾ ബാറ്റിംഗ് പ്ലസ് ബോളിംഗ് ചെയ്യാറുണ്ട്, ചില സമയങ്ങളിലേ ബോളിംഗ് ചെയ്യാറുള്ളൂ. ബട്ട് നല്ലൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ
ഈ ഒരു പുള്ളിയെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റ്ലി T20 നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഓക്കെ, തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മാർക്ക് ആദിൽ നമ്മുടെ അയർലാൻഡ് ടീമിൽ മെയിനായിട്ട് പേസ് ബോളേഴ്സിലുള്ള ഒരാളാണ്, നല്ല രീതിയിൽ വിക്കറ്റ്സ് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ ജോഷ ലിറ്റിലും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ ഇന്ത്യ വേഴ്സസ് അയർലാൻഡ് തമ്മിലുള്ള മത്സരത്തിൽ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പറയാം. ഓൾറെഡി GL ഇവിടെ വന്നിട്ടുണ്ട്. നോക്കുന്ന സമയത്തിൽ ഫസ്റ്റ് പ്രൈസ് 2 crore ആണ്, പിന്നെ 10 lakh 8 lakh അങ്ങനെയൊക്കെ പോകുന്നത്. ഐ തിങ്ക് ഈ ഒരു ഇന്ത്യ-പാകിസ്ഥാൻ മാച്ച് വരുന്നുണ്ട് June 9. സോ ആ ഒരു മത്സരത്തിൽ ഏകദേശം 50 പേർക്ക് 1 lakh റുപ്പീസോ അങ്ങനെ എന്തോ, 500 പേർക്ക് 1 lakh എന്തോ കണ്ടായിരുന്നു. സോ അതൊരു കിടിലൻ സംഭവം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ട് ബൗളിംഗ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ ബൗളിങ്ങിൽ നിന്നായിരിക്കും നമുക്ക് പോയിൻറ്റ്സ് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. ജോഷ ലിറ്റിൽ, അതുപോലെ തന്നെ നമ്മുടെ ബൂബ്ര, അർഷ്ദീപ് സിംഗിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സി യങ് നമ്മുടെ അയർലാൻഡ് ടീമിലത്തെ ഒരു മെയിൻ ആളാണ്. പിന്നെ മാർക്ക് ആദർ, അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ തന്നെ വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ നിങ്ങളുടെ ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ പോൾ സ്റ്റിർലിംഗ്, അതുപോലെ തന്നെ ഈ ബാർബിളിനി, ഈ ഒരു അത് നമുക്ക് ഈ മെയിനായിട്ട് ഫസ്റ്റ് ബാറ്റിംഗ് ഏത് ടീമിനാണോ ആ ടീമിലത്തെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാർ വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ എക്സാമ്പിൾ അയർലാൻഡിൻ്റെ ഫസ്റ്റ് ബാറ്റിംഗ് എങ്കിൽ അയർലാൻഡിലത്തെ ടോപ്പ് ഓർഡർ ഇപ്പോൾ പോൾ സ്റ്റിർലിംഗ്, ഈ ബാർബിളിനി അങ്ങനെ കുറച്ച് പ്ലെയേഴ്സൊക്കെയാണ്. സോ അവരെ ഒഴിവാക്കിയിട്ട് മിഡിൽ ഓർഡറിൽ വരുന്ന നമ്മുടെ മാർക്ക് ആദിർ, കുർട്ടിസ് ക്യാമ്പർ അങ്ങനത്തെ കുറച്ച് പ്ലെയേഴ്സൊക്കെ ഉണ്ടല്ലോ. സോ അവരെയൊക്കെ നമ്മുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പന്ത് വേണമെങ്കിൽ പന്ത്, അല്ലെങ്കിൽ ട്രാക്ടർ വേണമെങ്കിൽ ട്രാക്ടർ, അത് നിങ്ങളുടെ ഓപ്ഷനിലാണ്. പിന്നെ പോൾ സ്റ്റിർലിംഗിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൗളേഴ്സിനെ ഇനിയും നമ്മുടെ അയർലാൻഡ് ടീമിൽ നിന്ന് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ഇവിടെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൽ ക്യാപ്റ്റൻസി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ജാസ്പ്രീത് ബൂംറ തന്നെയാണ് ക്യാപ്റ്റൻസി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ബാറ്റിങ്ങിന് കൊടുത്തിട്ട് കാര്യമില്ല, എല്ലാവരും കൊണ്ടുപോയി ബാറ്റിങ്ങിനാണ് കൊടുക്കുന്നത്. സോ ഡോണ്ട് ഡൂ ദാറ്റ്. മാർക്ക് ആദിർ നല്ലൊരു ഓപ്ഷനാണ്. കുറച്ച് ടോപ്പ് ഓർഡറിൽ ഓൾറൗണ്ടർ മെയിനായിട്ട് ബൗളിംഗ് ആണ്, ടോപ്പ് ഓർഡറിൽ ബാറ്റിംഗ് വരുന്നതുകൊണ്ട് ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ടീമൊന്ന് നോക്കാം. ടെക്ടർ, അതുപോലെ തന്നെ പോൾ സ്റ്റിർലിംഗ്, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, രവീന്ദ്ര ജഡേജ, ഹാർദിക് പാണ്ഡ്യ, മാർക്ക് ആദിർ, ജാസ്പ്രീത് ബുംറ, സി യങ്, അതുപോലെ തന്നെ ജോഷ് ലിറ്റിൽ, അതുപോലെ തന്നെ അർഷദീപ് സിംഗ്, ഇത്രയും പേരെ നമ്മുടെ ടീമിൽ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.